ഹലോ എവ്രി വൺ. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തൊട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ സുദിയോയിൽ സെയിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വൺ സ്റ്റോപ്പ് ഓപ്ഷനാണ് സുദിയോ എന്ന് പറയുന്നത്. അതിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആക്സസറീസിൻ്റെ കാര്യത്തിലോ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പേഴ്സണൽ കെയർ ഒക്കെ ആണെങ്കിലും ബഡ്ജറ്റ് അധികം ആവാണ്ട് നമുക്ക് നല്ല ക്യൂട്ട് പ്രൊഡക്ട്സുകളും അല്ലെങ്കിൽ കുറച്ചധികം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകൾ മേടിക്കാനായിട്ടായിരിക്കും എല്ലാവരും സുദിയോയിലേക്ക് പോവുക. അതിപ്പോൾ അവിടെ സുദിയോയിൽ സെയിലില്ലാത്ത സമയത്താണെങ്കിലും പോലും സുദിയോയിലെ തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ സെയിലിൻ്റെ സമയത്തെ റഷ് നിങ്ങളോട് ഞാൻ എടുത്തു പറയേണ്ടതായിട്ട് വരുന്നില്ലല്ലോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ സുദിയോൻ്റെ സെയിലിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനതിനകത്ത് ഡ്രസ്സും ഫുഡ്വെയർസും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഡ്രസ്സും ഫുഡ്വെയർസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുദിയോയിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒന്നിലധികം ആളുകളെ നമ്മൾ എന്തായാലും കാണുന്നതാണ്. അപ്പം അത് ഞാൻ മേടിക്കാണ്ട് പകരം കുറച്ച് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ആക്സസറീസും ബാഗ്സും ബ്യൂട്ടി പ്രൊഡക്ട്സുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഒരു 500 രൂപയ്ക്ക് എങ്ങനെ നമുക്ക് സുദിയോന്ന് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അത് വേർത്തായിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആണ്. സോ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. ആദ്യം തന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്ലിംഗ് ബാഗ്സ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ലിംഗ് ബാഗ്സ് തന്നെ. ബാഗ്സിന് അത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 1-2 ഒക്കെ കളക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ലുക്ക് അറ്റ് ദിസ് ബാഗ്. വാവ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ്. അതിൻ്റെ പ്രൈസാണ് ഇതിനെ എത്തിച്ചത് 499 നിങ്ങൾക്ക് ഈ ബാഗ് കിട്ടുന്നതാണ്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബ്ലാക്ക് ബാഗാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് ആയിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ബാഗുകൾ, ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് സുദിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞത് ഇതാണ്, ഈ നെയിൽ പോളിഷ്. ഈ നെയിൽ പോളിഷ് സെറ്റാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാനായിട്ട്. ഇതിൻ്റെ കളർ റേഞ്ചൊക്കെ സൂപ്പറായിട്ട്, കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള കളേഴ്സും ഉണ്ട്, ന്യൂഡ് കളേഴ്സും ഉണ്ട്, എന്നാൽ ഡാർക്ക് കളേഴ്സും എല്ലാം ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷ് നൽകുന്ന ഒരു പെർഫെക്റ്റ് നെയിൽ കളേഴ്സാണിത്. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ കളറിലെ ന്യൂഡ് ഷെയ്ഡ്സ് വരുന്ന സെറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഒരു 200 ബിലോ ആയിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടാണെങ്കിൽ ഒരു 50 അണ്ടർ 50ക്ക് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ 4 സെറ്റായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണെങ്കിൽ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ഞാൻ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ ഐലൈനറും കാജലും ആട്ടോ. അതിനകത്ത് ഞാൻ കാജൽ ആദ്യമായിട്ടാണ് സുദിയോടെ യൂസ് ചെയ്യുന്നത്, ഐലൈനറും. ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയായിരുന്നു. ഈ പ്രൈസിൽ സത്യം പറഞ്ഞത് നല്ല അഫോർഡബിൾ ആയിരുന്നു. അടുത്ത മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ തന്നെ 1-2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഷീറ്റ് മാസ്ക് ആയിരുന്നു. പിന്നെയും ഇതല്ലാണ്ട് ഒത്തിരി ഷീറ്റ് മാസ്ക് ഒക്കെ അവൈലബിൾ ആട്ടോ. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സിലെ ഷീറ്റ് മാസ്ക് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് വരുന്നത് ഒരു 49 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഹാൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ നമ്മൾ സിയിലൊക്കെ ഇരുന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ക്രീം തന്നെയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രീം തന്നെയാണ്. ഇതാ ഈ കാണുന്ന സെക്ഷനിൽ മൊത്തം ഓഫറായിട്ടുള്ള സെയിലായിട്ടുള്ള പ്രൊഡക്ട്സുകളായിരുന്നു. 99 നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കോ ലിപ് പമ്പോ ലിപ് ടിൻറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ല കുറേ കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇതിനൊന്നും എടുത്തില്ലായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ആ ലിപ് സ്ക്രബിൻ്റെ പാക്കറ്റ് എടുത്തതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഇത് നോക്കിയില്ലായിരുന്നു. പക്ഷേ ഇതിലും കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നമുക്കത് ആ കാണുന്ന എടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചാൽ മതി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതായി കാണുന്ന ആക്സസറീസിൻ്റെ സെക്ഷനായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഇയറിങ്സ് ഉണ്ടായിരുന്നു, അതുപോലെ നെക്ക് ചെയിൻസും ആംഗ്ലെറ്റ്സ് ഒക്കെ ആയിരുന്നു. ഇയറിങ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു 4 പീസോ അല്ലെങ്കിൽ 3 പീസ് സെറ്റായിട്ടാണ് വരുന്നത്. അതും ഗോൾഡൻ കളറിൻ്റെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് സിൽവർ കളേഴ്സിൻ്റെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ഇതിൽ നിന്നൊരു ഇയറിങ്ങിൻ്റെ സെറ്റ് എടുത്തായിരുന്നു. എല്ലാം ഒരു 200 ആ റേഞ്ചൊക്കെ തന്നെയായിരുന്നു. നെക്ക് ചെയിൻസിലും അതേപോലെ ആംഗ്ലെറ്റ്സിലും ഒക്കെ അധികം ഓപ്ഷൻസൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം നമുക്കിപ്പം വെയർ ചെയ്യാൻ പറ്റിയ ഇപ്പം സ്റ്റഡിൻ്റെ ടൈപ്പും അല്ലെങ്കിൽ ഹുക്ക് ടൈപ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള ഹോൾ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ബഡ്ജറ്റ് ഷോപ്പിംഗ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക.